എന്തോന്ന് പാനിൻ്റെ നടൻ വിനായക, എന്തൊരു നാണക്കേടെന്നറിയോ? അമ്പലക്കാള നിൽക്കും പോലെ നിൽക്കണേ. അമ്പലക്കാളയും ഇതിനേക്കാൾ ഭംഗിയുണ്ട്. കാളെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഇത് അങ്ങനെയല്ല, എന്താ പറയുക, മുള്ളമ്പന്നിന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഷോ. ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ വെച്ച് അടുത്തിടെ വിനായകൻ നടത്തിയ നഗ്നതാ പ്രദർശനം വലിയ വിവാദമായിരുന്നു. സ്വന്തം ഫ്ളാറ്റിൽ വെച്ച് ഉടുതുണി അഴിക്കുകയും ആളുകളെ അസഭ്യം പറയുകയും ചെയ്യുന്ന നടന്റെ വീഡിയോ ആണ് പുറത്തുവന്നത്. സംഭവത്തിൽ നടൻ സഭ്യതയുടെ അതിർവരമ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് വിമർശിച്ചത്. ഇപ്പോഴിതാ വിഷയത്തിൽ നടനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം. ശാന്തിവിള ദിനേശിന്റെ വാക്കുകളിലേക്ക്. ഒരു ചേരിയിൽ സകല വൃത്തികേടുകളുമായി വളർന്ന ബാല്യമാണ് വിനായകൻ്റെത്. വിനായകൻ പോലും വിചാരിക്കാത്ത അത്ര ഉയരത്തിൽ വളർന്നെങ്കിലും വിനായകൻ ഇപ്പോഴും പഴയ കമ്മട്ടിപ്പാട സ്റ്റൈലിൽ തന്നെ ജീവിക്കുന്നു എന്നതാണ് വലിയ പ്രശ്നം. ഇഷ്ടം പോലെ കാശുണ്ടായതിനാൽ കുടിക്കാനും നാക്കിൻ്റെ അടിയിൽ ഒട്ടിക്കാനും ഒക്കെ നല്ല വിലയുള്ള സാധനങ്ങൾ വാങ്ങാൻ അയാൾക്ക് അതിന് ത്രാണിയുണ്ടല്ലോ. ഇപ്പോൾ കോടികളല്ലേ വന്നു മറിയുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിനായകൻ മദ്യമോ ലഹരിയോ ഉപയോഗിക്കുകയല്ല, വിനായകനെ മദ്യവും ലഹരിയൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. എവിടെ തൊട്ടാലും വിനായകൻ അത് പ്രശ്നമാണ്. എന്നെ വേണ്ടെങ്കിൽ ഞാൻ ഗോവയിൽ പോയി താമസിച്ചുകളെ എന്നൊക്കെയാണ് ഇപ്പോൾ വിനായകൻ ഭീഷണിപ്പെടുത്തുന്നത്. പാൻ ഇന്ത്യൻ നായകനാണല്ലോ വിനായകൻ. ഒരു ചേരിയിൽ സകല വൃത്തികേടുകളുമായി വളർന്ന ബാല്യമാണ് വിനായകൻ്റേത്. വിനായകൻ പോലും വിചാരിക്കാത്ത അത്ര ഉയരത്തിൽ അദ്ദേഹം വളർന്നെങ്കിലും വിനായകൻ ഇപ്പോഴും കമ്മട്ടിപ്പാടം സ്റ്റൈലിലാണ് ജീവിക്കുന്നത്. പണമുള്ളതുകൊണ്ട് എന്തു വേണമെങ്കിലും കുടിക്കാം, കോടികളല്ലേ മറിയുന്നത്. വിനായകൻ മദ്യമോ ലഹരിയോ ഉപയോഗിക്കുകയല്ല, മറിച്ച് വിനായകനെ മദ്യവും ലഹരിയും ഉപയോഗിക്കുകയാണ് എന്നതാണ് പ്രശ്നം. എവിടെ തൊട്ടാലും വിനായകൻ പ്രശ്നമാക്കും. എന്നെ പറഞ്ഞാൽ ഞാൻ ഗോവയിൽ പോകുമെന്നാണ് ഇപ്പോൾ വിനായകന്റെ ഭീഷണി. പോകുമ്പോൾ കൂടെ വലിക്കുന്നവനെയും ഒട്ടിക്കുന്നവനെയും കൊണ്ടുപോകണം. വിനായകൻ വേഗം ഗോവയ്ക്ക് പോകണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കറുത്ത ചരടെങ്കിലും അരയിൽ കെട്ടി വേണമായിരുന്നു വിനായകൻ തുണി അഴിച്ചു കാണിക്കാൻ. എന്തൊരു നാണക്കേടാണ്. അമ്പലക്കാളയെ പോലെയൊക്കെയാണ് നിന്നത്. വിനായകൻ ഒരു സ്വർണ്ണ അരഞ്ഞാണം ഇട്ടിരുന്നെങ്കിൽ ആ കറുത്ത ശരീരത്തിൽ ഒരു ഭംഗിയുണ്ടായേനെ. കാശ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വെള്ളി അരഞ്ഞാണമായാലും കാണും. കറുത്ത ശരീരമാണല്ലോ. ഒരു കറുത്ത നൂലെങ്കിലും കെട്ടിയാൽ ശരീരത്തിൽ മാച്ചായേനെ. വിനായകന്റെ നഗ്നത കണ്ട് ചമ്മലാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനത്തെ എംബോക്കികൾക്കൊന്നും സംസ്ഥാന അവാർഡ് കൊടുക്കരുത്. രജനീകാന്തിൻ്റെ കൂടെ മനസ്സിലായോ എന്ന് 100 തവണ ചൊന്ന പാൻ ഇന്ത്യൻ നടൻ. എടാ വിനായക, ഒരു സ്വർണ്ണ അരഞ്ഞാണം ഇട്ടിരുന്നെങ്കിൽ ആ കറുത്ത ശരീരത്തിലൊരു ഭംഗിയുണ്ടായേനെ. അപ്പോൾ കാശിഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു സ്വർണ്ണ അരഞ്ഞാണമെങ്കിലും അരയിൽ ഇടാനുള്ളായിരുന്നു. കഴുകഴുകഴാതെ നിൽക്കുന്ന കാണുമ്പോഴേ. വെള്ളി അരഞ്ഞാണം ആയാലും പ്രൊജക്റ്റ് ചെയ്ത് കാണും. കാരണം കറുത്ത ശരീരമായതുകൊണ്ട് വെള്ള കളറുള്ള വെള്ളി അരഞ്ഞാണം ഇട്ടാലും മതിയായിരുന്നു. ഇതൊന്നും വേണ്ട, ഒരു കറുത്ത നൂല് 10 രൂപയുടെ വിലയല്ലേ ഉള്ളൂ. ഒരു കറുത്ത നൂല് വാങ്ങിച്ച് 28-ന് പോലും നിൻ്റെ വീട്ടുകാർ നിനക്ക് ഈ കറുത്ത നൂല് കെട്ടിയില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരീരത്തിൻ്റെ നിറവായിട്ട് അത് മാച്ചാവുകയും ചെയ്തന്നെ. അങ്ങനെ ഒരു അവാർഡ് വാങ്ങുമ്പോൾ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. ലഹരി ഉപയോഗവും തുണി ഉരിക്കലുമൊക്കെ നടത്തിയാൽ സംസ്ഥാന അവാർഡ് തിരിച്ചു വാങ്ങേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിനായകൻ സംസ്ഥാന അവാർഡ് വാങ്ങിയത് മുതൽ സ്റ്റേറ്റ് ഗസ്റ്റാണ്. അതിനാൽ സംസ്ഥാന പരിപാടികൾക്ക് PRDയിൽ നിന്നും ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് പോകും. അങ്ങനെ ഒരു കത്തും വാങ്ങി 2 കുപ്പിയും വലിച്ചു കയറ്റി ജെട്ടി പോലും ഇടാതെ സ്വാതന്ത്ര്യദിനത്തിൽ പിണറായി വിജയൻ കൊടി ഉയർത്തുന്നിടത്ത് പോയി ഉടുമുണ്ടഴിച്ചു കാണിച്ചാൽ എന്തു ചെയ്യും? അതിനാൽ നിയമ ഭേദഗതി വരുത്തണം. പുരസ്കാരങ്ങളൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയേ നൽകാവൂ എന്ന് ഞാൻ പറയും. മലയാളത്തിൽ വിനായകനൊന്നുമല്ല കുടി തുടങ്ങിയത്. കുടിക്കുന്ന പലരുമുണ്ട്. എന്നാൽ അവർക്കൊന്നും കുടിച്ചാൽ അമ്മ പെങ്ങന്മാരെ തെറ്റില്ലായിരുന്നു, ഉടുമുണ്ടഴിക്കില്ലായിരുന്നു. വിനായകന്റെ നഗ്നത കണ്ടതും തെറി കേട്ടതും വിനായകന്റെ തന്നെ ജാതിയിൽപ്പെട്ട പാവം ഒരു സ്ത്രീ ആയിരുന്നത്രേ. ഇല്ലെങ്കിൽ ചില ദളിത് പോരാട്ട സിംഹണികൾ ചാനൽ ചർച്ചയിൽ വരേണ്ടതായിരുന്നു. പോക്രിത്തരം കാണുന്നവരൊക്കെ ഇപ്പോൾ മാനസിക പ്രശ്നമുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വന്നിരിക്കുകയാണ്. പോക്രിത്തരം കാണിക്കുന്നവരൊക്കെ ഇപ്പോൾ മാനസിക പ്രശ്നമുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വയ്ക്കുകയാണ്. വിനായകന് കിട്ടേണ്ടത് എണ്ണ പുരട്ടിയ ചൂരൽ കൊണ്ടുള്ള അടിയാണ്. അത് കൊടുക്കാത്തതാണ് പ്രശ്നം.